ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും ഒരു കുഞ്ഞു ഡേ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? അപ്പോൾ അൽഹംദുലില്ലാ എനിക്കും സുഖമാണ്. അപ്പോൾ ഇതാ രാവിലത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇവർക്കൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കണം. അപ്പോൾ ആദ്യം തന്നെ രാവിലെ നമ്മൾ പശുവും പാലാട്ടോ. പശുവും പാൽ നമ്മുടെ തൊട്ട വീട്ടിലത്തെ അവർ കൊണ്ടുവന്ന് തരും. അവർക്ക് പയ്യുണ്ട്. അപ്പോൾ അവർ ഡെയിലി ഓരോ ലിറ്റർ പാല് കൊണ്ടുവന്ന് തരും കേട്ടോ. നമുക്ക് 2 നേരത്തിന് ഫാത്തിമക്കുട്ടിക്കുള്ളതും നമുക്ക് ചായ വെക്കാനുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫാത്തിമക്കുട്ടി ഒപ്പം അടുക്കളയിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. വന്നിട്ട് ഇപ്പോൾ ആദ്യത്തെ പോലെയല്ല, അവളിപ്പോൾ ഒപ്പം വരുന്നുണ്ട്. പക്ഷെ വന്നാലും എന്താ പേടി, ഓരോ സാധനങ്ങൾ വലിച്ചിടും കേട്ടോ. മുളക് പൊടി, പഞ്ചസാര, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ ചൂടുള്ള സാധനങ്ങളും ഉണ്ടാവും. അതൊക്കെ ഒന്ന് അങ്ങനെ വന്ന് വലിച്ചിടും. നമ്മളിപ്പോഴും അവളെ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും നേരത്തെ എണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റിൻഷിമോള് മദ്രസയിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അവള് റെഡിയാവുകയാണ്, സ്കൂളിൽ പോകാൻ റെഡിയാവുകയാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് റിജിക്കുട്ടി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഫാത്തിമക്കുട്ടീനെ ഞാൻ മേലൊക്കെ കഴുകി കൊടുത്ത് എന്നിട്ട് കേട്ടോ പല്ലൊക്കെ തേച്ച് അവളെ ബാത്റൂമിലൊക്കെ വിട്ട് ചിലപ്പം ബാത്റൂമിൽ പോവും, അല്ലെങ്കിൽ പോവില്ല. അങ്ങനെയൊക്കെയാണ്. അവൾക്ക് ഓരോ സമയത്ത് ഓരോ പ്രത്യേകതയാണ് കേട്ടോ. സ്ഥിരമായിട്ട് ഇതൊന്നുമില്ല. ഒരു സമയം നല്ല ഉഷാറായിരിക്കും, ഒരു സമയം മഹാമോശമായിരിക്കും. അവളുടെ കാര്യങ്ങൾ. പിന്നെ അവൾക്കുള്ള പാലും എനിക്കുള്ള പാലും. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പാല് കുടിക്കണില്ല കേട്ടോ, ചായ കുടിക്കണില്ല. പാല് നമ്മുടെ ഹോർലിക്സ് ഇട്ടിട്ട് കുടിക്കും കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മൾ അധികം 31 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലും നമുക്ക് എടുപ്പ് വേദന ഉണ്ടല്ലോ. എടുപ്പ് വേദന, എടുപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ത്രീകളായിരിക്കും. അപ്പം ഞാൻ മറ്റേ വുമൺ ഹോർലിക്സ് ഉണ്ടല്ലോ, അത് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. 3 മാസം ഉപയോഗിച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു മാറ്റം കാണാനുണ്ട്. നമുക്ക് എടുപ്പ് വേദന, പിന്നെ വെയിറ്റൊക്കെ തൂക്കാനുള്ള ഒരു, പിന്നെ നമുക്ക് ഡെയിലി ജോലി ചെയ്യാനുള്ള ഒരു ഉന്മേഷം ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ ഈ വുമൺ പ്ലസ് ഹോർലിക്സ് ഉണ്ടല്ലോ, നട്ടെല്ലിൻ്റെ ഒക്കെ അതൊക്കെ ഒന്ന് സ്ട്രോങ് ആവാനും അതിനൊക്കെ പറ്റിയൊരു ഹോർലിക്സാണ് കേട്ടോ. അധികം 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ എന്തായാലും, ഈ പ്രസവമൊക്കെ കഴിഞ്ഞ സ്ത്രീകളിലും എന്തായാലും എടുപ്പ് വേദന ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ അതിനൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ. നമുക്കൊരു ഉഷാറൊക്കെ കിട്ടാൻ ഈ ഹോർലിക്സ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം കേട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ രാവിലെ പുട്ടുണ്ടാക്കാൻ വിചാരിച്ചിട്ടോ, കുറ്റിപ്പുട്ട്. അപ്പോൾ അതിനുള്ള മാവൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാട്ടാൻ്റെ വുമൺ ഹോർലിക്സ്. അപ്പോൾ ഞാൻ ഇതാട്ടാ കഴിക്കൽ. നമുക്കൊരു 6 മാസം ഇത് ഉപയോഗിച്ച് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവും പണിയൊക്കെ ചെയ്യാൻ. അതിനിടയിൽ നമ്മൾ റിൻഷിമോള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട. അവള് പാല് ചായ കുടിക്കൂല കേട്ടോ, കട്ടൻ ചായ കുടിക്കുക. അപ്പോൾ അവള് കട്ടൻ വെക്കണ തിരക്കില്ല കേട്ടോ. ഇടയിൽ പിന്നെ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മദ്രസ വിട്ട് വന്നു കഴിഞ്ഞാൽ അവളുടെ ഒരു തിരക്കാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മുടെ അമ്മമ്മ ഇവിടെ ഇല്ല, അമ്മമ്മ മണ്ണാർക്കാടാണ്. ഇനി എപ്പോൾ വരുന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാനും എനിക്കുള്ളതും ഫാത്തിമക്കുട്ടിക്കുള്ളതൊക്കെ പാല് റെഡിയാക്കി ബാക്കി ചായ വെച്ചിട്ട് നമ്മുടെ റജിക്കുട്ടിക്കും റീസ് കുട്ടിക്കും കൊടുക്കട്ടെ. റിൻഷിമോൾ പിന്നെ കട്ടൻ ചായ ഇട്ടാൽ കുടിക്കുള്ളൂ. അവൾക്ക് പശുവും പാല് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ രാവിലത്തെ ഒരേ തിരക്കും കാര്യങ്ങളായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അലക്കാണ്ടെങ്കിൽ ഞാൻ കുറച്ച് അത് പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്ത് അങ്ങനെ അലക്കിക്കോളും. ഇടയ്ക്കൊന്ന് പോയി ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഇതാ കുട്ടികൾക്കൊക്കെ ചായ കൊടുക്കണം. അപ്പോൾ റീസ് കുട്ടി അതിൻ്റെ ഇടയിൽ എണിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ടി വിന് മുമ്പിൽ ഇരിക്കുന്നു കേട്ടോ, ചായയും കാത്തിട്ട്. അങ്ങനെ അപ്പോൾ ഞാൻ വേഗം ഒക്കെ റെഡിയാക്കുകയാണ്. ഇനി ഇതിനൊക്കെ സ്കൂളിൽ കൊണ്ടാക്കണം. എന്താ പറയുക, ഫാത്തിമക്കുട്ടിനെ കൊണ്ടാക്കണം, അവളെ റെഡിയാക്കി കൊടുക്കണം. ഇനിയും കുറേ പണികളുണ്ട് കേട്ടോ. രാവിലത്തെ ഒരു തിരക്ക് പിടിച്ചൊരു സമയമായിരിക്കും. നമുക്ക് എത്ര സമയം ഉണ്ടെങ്കിലും തികയാത്ത പോലെ തോന്നും കേട്ടോ. ചില സമയം ആവണേ ഇല്ല തോന്നും. അങ്ങനെയാണ്. അപ്പോൾ അവരൊക്കെ ബിസ്ക്കറ്റും ചായയും കുടിക്കാൻ പോകും കേട്ടോ. റിൻഷിമോൾക്കും റൈസ് കുട്ടിക്കും ബിസ്ക്കറ്റ് നിർബന്ധമാണ്. അപ്പോൾ അവർ ചായക്ക് എപ്പോഴും ബിസ്ക്കറ്റ് കഴിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് അവരൊക്കെ പോയ ശേഷം ഞാനും റജിക്കുട്ടീനെ അംഗനവാടിയിലാക്കണം, ഫാത്തിമക്കുട്ടീനെ സ്കൂളിലും ആക്കണം. അപ്പോൾ ഞാൻ തന്നെ വണ്ടിയിൽ പോകേണ്ടി വന്നു കേട്ടോ, രണ്ടാളിനെയും കൊണ്ടുവിടാനായിട്ട്. പിന്നെ അവരെ രണ്ടാളിനെയും കൊണ്ടുവിട്ടു.
പിന്നെ ഫാത്തിമൻ്റെ സ്കൂളിലേക്ക് പിന്നെ നല്ല ദൂരമുണ്ട്. അവളെ വിട്ടിട്ട് വരുമ്പോഴാണ് ഞാൻ റജിക്കുട്ടിനെ വിടുള്ളൂ കേട്ടോ. പിന്നെ വഴിയിൽ ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിട്ട് ഇങ്ങനെ പോകും. പിന്നെ ഒരു സൈഡ് ഭയങ്കരമായിട്ട് നിറയെ തണ്ണിമത്തനൊക്കെ ഇങ്ങനെ വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുറച്ച് ദൂരമുള്ളത് കൊണ്ട് നമുക്കധികം പിന്നെ ഇവിടുത്തെ റോഡ് കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്കിങ്ങനെ വണ്ടിയിൽ ഇരിക്കാൻ പറ്റും. കുണ്ടും കുഴിയൊക്കെ ഉണ്ടെങ്കിൽ തീരെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ വന്ന ശേഷം ഞാൻ പുട്ടുണ്ടാക്കി വെച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ വന്നതും ചട്നി അരച്ചിട്ട് റിയാസ്ക്കൊക്കെ കുത്തി കൊടുത്തു കേട്ടോ. പുട്ട് നല്ല സോഫ്റ്റായ കുത്തിപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ വെച്ചപ്പോൾ അതൊന്ന് അങ്ങനെ മറിഞ്ഞു പോയി. ഇതിലേക്ക് ചട്നി ആട്ടോ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ റിയാസ്ക്കൊക്കെ ചട്നി മതി എന്ന് പറഞ്ഞപ്പോൾ ചൂടോടെ തന്നെ പുട്ടുണ്ടാക്കി കൊടുത്തു. പിന്നെ ഇനി നമുക്ക് കറിക്കുള്ളതൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇന്നലത്തെ മീൻ കറി കുറച്ചുണ്ട് കേട്ടോ. മത്തിക്കറി മത്തി വറുത്തതും മത്തി മുളക് ഇട്ടതുണ്ടല്ലോ അതുണ്ട്. അപ്പോൾ ഞാൻ എനിക്കുള്ള വേണ്ട, എനിക്ക് അത് മതി കറി. അപ്പോൾ റിയാസ്ക്കൊക്കെ കുറച്ച് തക്കാളിക്കറി വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് താത്ത അവൻ്റെ വാഴ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ഉണ്ണിത്തണ്ട് തന്നിട്ട് നല്ല ചള്ള ഉണ്ണിത്തണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ കൊള്ള് ഇട്ടിട്ട് വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൊള്ളൊക്കെ വറുത്തിട്ട് കൊള്ള ഉണ്ണിത്തണ്ടും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്ത ശേഷം നമ്മുടെ വറമുളകും വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇട്ടിട്ട് താളിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കൊള്ളാണ് കേട്ടോ. നല്ല ഫ്രഷ് കൊള്ളാണ്. അപ്പോൾ നല്ല ഉണ്ണിത്തണ്ടും നല്ല ചള്ള ഉണ്ണിത്തണ്ടാണ് കേട്ടോ. അപ്പോൾ അതും റെഡിയാക്കാൻ വിചാരിച്ചു. പിന്നെ റിയാസ്ക്കൊക്കെ കുറച്ച് തക്കാളിക്കറിയും വെക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ തക്കാളി വലിയ കടുക് പൊട്ടിച്ചിട്ട് സിമ്പിളായിട്ട് റിയാസ്ക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ തക്കാളിക്കറി. അപ്പോൾ അധികം ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടത്. അപ്പോൾ ഞാൻ റിയാസ്ക്കൊക്കെ മാത്രം തക്കാളിക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. എനിക്ക് പിന്നെ കുട്ടികൾക്കും മുളക് കറി ഉണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ ഇങ്ങനെ പോട്ടെ വിചാരിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ റെഡിയാക്കിയെടുത്ത് നമ്മുടെ കുക്കറിൽ ഉണ്ണിത്തണ്ടും കൊള്ളും വേവിക്കാൻ വെച്ചു. പിന്നെ അതായത് താളിക്കാനുള്ള താളിപ്പാട്ടത്. അപ്പോൾ ഞാൻ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചെടിയിലുണ്ടായ നാടൻ കറിവേപ്പിലയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ കുക്കറിൽ ഇത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കടുക് പൊട്ടിച്ച് താളിക്കണം കേട്ടോ. നമ്മുടെ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മക്കളെ കൊണ്ടുവന്ന് വിട്ടിടും റിയാസ്ക്ക് നാഷ്ട കൊടുത്ത് റിയാസ്ക്ക് പോയി ഓടാൻ. റിയാസ്ക്ക് ഒരു 12:30-1 മണിയാകുമ്പോഴത്തേനും വരും. വരുമ്പോഴത്തേനും നമ്മുടെ ചോറും കറിയൊക്കെ റെഡി ആവണം. അപ്പോൾ ഞാനിതാ കൊള്ളും ഇത് ഉണ്ണിത്തണ്ട് കുക്കറിലിട്ട് അടിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കടുകിട്ട് താളിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് കടലപ്പരിപ്പ് ചെറുപയർ ഇങ്ങനെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം. നല്ലൊരു ഇതാണ് കേട്ടോ നമ്മുടെ ഉണ്ണിത്തണ്ട്. പിന്നെ വയറ്റിൽ മുടിയൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലൊരു ഇതും കൂടിയാണ് കേട്ടോ നമ്മുടെ ഉണ്ണിത്തണ്ട്. പിന്നെ കിഡ്നിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും നമ്മുടെ വയറ്റിൽ മുടികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാനൊക്കെ നല്ലൊരു കറിയാണ് കേട്ടോ നമ്മുടെ ഉണ്ണിത്തണ്ട്. അപ്പോൾ അത് തേങ്ങ അരച്ചിട്ട് നമുക്ക് തേങ്ങയും ജീരകം അരച്ചിട്ടും വെക്കാം. കടലപ്പരിപ്പ് ചെറുപയറൊക്കെ ഇട്ടിട്ട് എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കൊള്ളുണ്ടായിരുന്നു. അപ്പോൾ കൊള്ളിട്ട് വെക്കാൻ. ഇപ്പോൾ എനിക്ക് കൊള്ളിട്ട് വെക്കണം കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ കൊള്ളും ഉണ്ണിത്തണ്ടും പാടെ വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ നമുക്ക് ഇനി ഇത് വേവിക്കാനൊന്നും ഇല്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും വെളുത്തുള്ളിയൊക്കെ കുത്തിയിട്ടിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ആവിയിൽ മൂടി വെച്ച് വേവിക്കുക. ഓൾറെഡി നമ്മൾ കുക്കറിൽ വേവിച്ചതല്ലേ. പിന്നെ ഇതിൽ കാര്യമായിട്ട് വേകാനൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഉണ്ണിത്തണ്ട് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിക്കാനും നല്ല കഞ്ഞിൻ്റെ കൂടെയൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് ഇപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.